ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കൂടുവിട്ട് കൂടുമാറുക എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഒരു ശരീരത്തിലെ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുക. അതുപോലെ ഒരു ഗാങ്സ്റ്ററുടെ ആത്മാവ് ഒരു വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും തുടർന്നുള്ള സംഭവവികാസങ്ങളെപ്പറ്റി പറയുന്ന 2024 പുറത്തിറങ്ങിയ വെബ് സീരീസാണ് ഹൈസ്കൂൾ റിട്ടേൺ ഓഫ് എ ഗാങ്സ്റ്റർ. നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ഡ്രാമയിലെ ഗാങ്സ്റ്റർ. തൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള പ്രാക്ടീസിലാണ് പുള്ളി. ടീച്ചർ കൊടുത്ത ടെക്സ്റ്റ് പേപ്പറെല്ലാം തെറ്റിച്ചെഴുതിയ ഗാങ്സ്റ്ററെ ടീച്ചർ നന്നായി തന്നെ വഴക്ക് പറയുന്നു. ഇങ്ങനെയാണ് പോക്കെങ്കിൽ നീ എന്തായാലും CSAT എക്സാം എഴുതിയെടുക്കില്ലെന്ന് ടീച്ചർ ഗാങ്സ്റ്ററോട് പറയുന്നു. പെട്ടെന്നാണ് അവരിരുന്ന റൂമിൻ്റെ ഡോർ തുറന്ന് ഒരാൾ അകത്ത് കയറിയത്. തിരിഞ്ഞു നോക്കിയ ടീച്ചർ കാണുന്നത് ഒരാളെ പിടിച്ചു വെച്ചിരിക്കുന്ന കുറച്ചു പേരെയാണ്. അപ്പോഴാണ് ടീച്ചർക്ക് മനസ്സിലായത് താൻ ഇത്രയും നേരം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഗാങ്സ്റ്ററിനെ ആയിരുന്നെന്ന്. തൻ്റെ കഥ അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്ന ടീച്ചറെ നോക്കി പെട്ടെന്നാണ് ഗാങ്സ്റ്റർ തൻ്റെ ആളോട് പറഞ്ഞത് ടീച്ചറെ സുരക്ഷിതമായി തന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ. അത്രയും പറഞ്ഞ് ഗാങ്സ്റ്റർ തൻ്റെ ആളുകൾ പിടിച്ചു വെച്ചിരിക്കുന്ന ആളുടെ അടുത്തേക്ക് പോകുന്നു. ഗാങ്സ്റ്ററെ കണ്ട് അയാൾ ആദ്യമൊന്ന് ഭയന്നെങ്കിലും പിന്നീട് ഗാങ്സ്റ്ററെ നോക്കി അയാൾ ദേഷ്യപ്പെടുന്നു. പെട്ടെന്ന് അയാൾ തന്നെ പിടിച്ചു വെച്ച ആളുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അതുവഴി പോകുന്നുണ്ടായ ടീച്ചറെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്നു. തൻ്റെ ടീച്ചറെ ഒന്നും ചെയ്യരുതെന്ന് അയാൾ പറഞ്ഞെങ്കിലും അത് ചെവികൊള്ളാതെ ടീച്ചർ വെച്ച് ഗാങ്സ്റ്ററെ അയാൾ ഭീഷണിപ്പെടുത്തുന്നു. തൻ്റെ ക്ഷമ കെട്ട ഗാങ്സ്റ്റർ അയാളെ ഒറ്റയ്ക്ക് ഇടിച്ചിടുന്നു. ഗാങ്സ്റ്ററുടെ ഇടി കണ്ട് ബോധം കെട്ട് വീണ ടീച്ചറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ടീച്ചറുടെ അവസ്ഥ എന്തായി എന്നറിയാൻ തൻ്റെ ആളെ ഹോസ്പിറ്റലിൽ പറഞ്ഞയച്ച് ഗാങ്സ്റ്റർ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുന്നു. ഗാങ്സ്റ്ററുടെ ആൾ വന്ന് ടീച്ചർക്ക് കുഴപ്പമൊന്നുമില്ല എന്നും നമുക്ക് പോകാമെന്നും പറയുന്നു. അപ്പോഴാണ് ഗാങ്സ്റ്റർ ഹോസ്പിറ്റലിന് മുന്നിലൂടെ നടന്നു പോകുന്ന സ്കൂൾ കുട്ടികളെ കാണുന്നത്. ആ കുട്ടികളെക്കുറിച്ച് സംസാരിച്ച് അവർ അവിടെ നിന്ന് കാറുമെടുത്തു പോകുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അവർ നേരെ പോയത് ചെയർമാൻ്റെ അടുത്തേക്കായിരുന്നു. ചെയർമാനുമായി ഗാങ്സ്റ്റർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഗാങ്സ്റ്ററുടെ CSAT എക്സാമിനെ കുറിച്ചും അതിനയാൾ നേടിയ സ്കോറിനെ കുറിച്ചും ഇപ്പോഴുള്ള റാങ്കിനെ കുറിച്ചും തങ്ങളുടെ ഗ്യാങ്ങിനെ കുറിച്ചുമെല്ലാം അവർ തമ്മിൽ സംസാരിക്കുന്നു. അവിടുന്ന് പുറത്തേക്കിറങ്ങിയ ഗാങ്സ്റ്റർ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടാളികളോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ് ഗാങ്സ്റ്റർ ഒറ്റയ്ക്ക് കാറുമെടുത്ത് പോകുന്നു. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കെ ഗാങ്സ്റ്റർ ചെയർമാനുമായി സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. പെട്ടെന്ന് ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വരികയും അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഗാങ്സ്റ്റർ വണ്ടി ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തു. പുറത്തേക്കിറങ്ങി തിരിഞ്ഞു നോക്കുമ്പോഴാണ് പാലത്തിൻ്റെ മുകളിലായി ഒരു കുട്ടിയെ ഗാങ്സ്റ്റർ ശ്രദ്ധിക്കുന്നത്. ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഗാങ്സ്റ്ററിന് മനസ്സിലാക്കുന്നു അതൊരു സ്കൂൾ വിദ്യാർത്ഥിയാണെന്ന്. അവൻ സൂയിസൈഡിനാണ് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഗാങ്സ്റ്റർ ആ കുട്ടിയുടെ അടുത്തേക്ക് ഓടിപ്പോയി അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടിയ വിദ്യാർത്ഥി നേരെ ചെന്ന് വീണത് ഗാങ്സ്റ്ററുടെ മേലേക്കാണ്. വീണ വീഴ്ചയിൽ തന്നെ ബോധം നഷ്ടപ്പെട്ട വിദ്യാർത്ഥിയെ നോക്കിയിരിക്കെയാണ് പെട്ടെന്ന് ഗാങ്സ്റ്ററിനെ ഒരു വണ്ടി ഇടിച്ച് തെറിപ്പിക്കുന്നത്. സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച വിദ്യാർത്ഥിയാണ് നമ്മുടെ ഡ്രാമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ സോങ്യോൻ. അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് ഹോസ്പിറ്റൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന സോങ്യോനെയാണ്. രൂപത്തിൽ സോങ്യോനാണെങ്കിലും സോങ്യോൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ള ആത്മാവ് ഗാങ്സ്റ്ററുടേതാണ്. മെല്ലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ പോയി മുഖം നോക്കിയ ഗാങ്സ്റ്റർ കാണുന്നത് ഇന്നലെ താൻ രക്ഷിച്ച അവൻ്റെ മുഖമാണ്. ഇവനെന്താ ഈ കണ്ണാടിയിലെന്ന് ചിന്തിച്ചിരിക്കുകയാണ് പെട്ടെന്ന് പുറത്ത് ശബ്ദം കേൾക്കുന്നത്. അത് തൻ്റെ ആളുകളാണെന്ന് മനസ്സിലാക്കിയ ഗാങ്സ്റ്റർ തൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്ന് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് അതിലൊരാൾ അകത്തേക്ക് കയറി ഗാങ്സ്റ്ററിൻ്റെ മുഖത്തടിച്ചത്. ഒന്നും മനസ്സിലാക്കാതെ തന്നെ തല്ലിയ തൻ്റെ ആളോട് നിനക്കെന്താടാ പ്രാന്താണോ, എന്തിനാ എന്നെ തല്ലിയത് എന്ന് ചോദിച്ചതും അപ്പോൾ മറ്റേയാൾ പറയുന്നു നീ കാരണമാണ് ഞങ്ങളുടെ ബോസ് മരിച്ചത്. ഇവരെന്തൊക്കെയായി പറയുന്നത്, ഞാനല്ലേ ഇവരുടെ ബോസ് എന്ന് അയാൾ ചിന്തിക്കുമ്പോഴേക്കും അവർ ഗാങ്സ്റ്ററെ വിളിച്ച് ഫ്യൂണറൽ ചടങ്ങ് നടക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി തള്ളിയിടുന്നു. അപ്പോഴാണ് ഗാങ്സ്റ്റർക്ക് മനസ്സിലായത് താൻ രാവിലെ കണ്ണാടിയിൽ കണ്ടത് സത്യമാണ്. താൻ ഇപ്പോൾ സോങ്യോങ്ങിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണുള്ളത്. തൻ്റെ ആത്മാവ് തൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. അതുകൊണ്ടാണ് തൻ്റെ ആളുകൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്തതെന്ന് ഗാങ്സ്റ്ററിന് മനസ്സിലാകുന്നു. ഞാനാണ് നിങ്ങളുടെ ബോസെന്ന് സോങ്യോങ് മറ്റുള്ളവരോട് പറയുന്നുണ്ടെങ്കിലും അവരാരും അത് വിശ്വസിക്കാതെ സോങ്യോങ്ങിനെ അടിക്കുന്നു. അവസാനം ചെയർമാൻ ഇടപെട്ട് സോങ്യോങ്ങിനെ പറഞ്ഞയക്കുന്നു. സോങ്യോങ് തിരികെ പോകുമ്പോൾ അവരോടെല്ലാം ദേഷ്യപ്പെട്ട് ഞാൻ എന്തായാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവിടുന്ന് നേരെ പോയത് ഗാങ്സ്റ്ററുടെ ബോഡി വെച്ചിരിക്കുന്ന മുറിയിലേക്കാണ്. ബോഡിയുള്ള റൂമിൽ നിന്ന് സംസാരിച്ച് പുറത്തേക്ക് വരുന്ന സ്റ്റാഫ് കാണുന്നത് അവിടേക്ക് വേഗത്തിൽ നടന്നു വരുന്ന ഒരു ചെറിയ ചെക്കനെയാണ്. ആ റൂമിലേക്ക് കയറാൻ നോക്കിയ അവനെ ആ സ്റ്റാഫ് അവിടെ തടഞ്ഞു നിർത്തുന്നു. എന്നാൽ അയാളെ നോക്കി പഠിപ്പിച്ച് സോങ്യോങ് വീണ്ടും ആ റൂമിലേക്ക് കയറുന്നു. അവിടെ കാണുന്ന തൻ്റെ ബോഡിയെ നോക്കി നിൽക്കുന്ന ഗാങ്സ്റ്ററോട്
താനിനി ഇയാളുടെ മകനാണോ എന്ന് ചോദിക്കുന്നു. പക്ഷേ അതിനൊന്നും ഉത്തരം നൽകാതെ സൊങ്യോങ് അയാളോട് ചോദിക്കുന്നു, ഈ ശരീരത്തിലേക്ക് ഇനി ആത്മാവ് പ്രവേശിക്കുമോ, അങ്ങനെ എങ്ങാനും കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സ്റ്റാഫ് പറയുന്നു, നീ ഒരുപാട് മൂവീസ് നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ തോന്നുന്നത്, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ സ്റ്റാഫ് സൊങ്യോങ്ങിനോട് പറയുന്നു. തനിക്ക് തൻ്റെ പഴയ ശരീരത്തിലേക്ക് വീണ്ടും പ്രവേശിക്കണം എന്ന് പ്രതിജ്ഞയെടുത്ത് സൊങ്യോങ് നേരെ പോയത് അന്ന് സൊങ്യോൻ ആത്മഹത്യ ചെയ്ത പാലത്തിൻ്റെ മുകളിലേക്കാണ്. ഇവിടുന്ന് ചാടി താൻ മരിച്ചാൽ തൻ്റെ ആത്മാവ് വീണ്ടും തൻ്റെ പഴയ ശരീരത്തിലേക്ക് പോകുമെന്ന് വിചാരിച്ച് സൊങ്യോങ് അതുവഴി വന്ന ഒരു ബസ്സിൻ്റെ മുകളിലേക്ക് എടുത്തു ചാടുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഉണർന്ന ഗാങ്സ്റ്റർ ആദ്യം ചോദിച്ചത് ഒരു കണ്ണാടിയാണ്. തൻ്റെ ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിച്ചോ എന്നറിയാൻ വേണ്ടി അയാൾ കണ്ണാടിയിൽ മുഖം നോക്കിയതും ഇപ്പോഴും താൻ സൊങ്യോങ്ങിൻ്റെ ഉള്ളിലാണോ എന്ന് മനസ്സിലാക്കിയ ഗാങ്സ്റ്റർ തൻ്റെ ബോഡി വെച്ച റൂമിലേക്ക് പോകാൻ വേണ്ടി തിടുക്കപ്പെട്ട് എഴുന്നേൽക്കുമ്പോൾ അത് തടഞ്ഞുകൊണ്ട് ഡോക്ടർമാർ അവനോട് പറഞ്ഞു, ഗാങ്സ്റ്ററുടെ ഫ്യൂണറൽ ചടങ്ങ് കഴിഞ്ഞിട്ട് ദിവസങ്ങളായി, ഇനി എവിടെ പോയിട്ട് കാര്യമില്ല എന്ന്. തൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഗാങ്സ്റ്റർ തൻ്റെ തന്നെ ഫ്യൂണറൽ ചടങ്ങിൻ്റെ ബാക്കി അവശേഷിപ്പുകളെ സങ്കടത്തോടെ കുറച്ചുനേരം നോക്കി നിന്നതിന് ശേഷം അവിടെ നിന്നും മെല്ലെ പുറത്തേക്ക് പോകുന്നു. തൻ്റെ ആത്മാവ് ഇനി സൊങ്യോങ്ങിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരില്ല. താൻ ഇനി ജീവിതാവസാനം വരെ സൊങ്യോങ്ങായി കഴിയേണ്ടി വരുമെന്ന് അവന് മനസ്സിലാക്കുന്നു. തിരികെ ഹോസ്പിറ്റലിലേക്ക് എത്തിയ ഗാങ്സ്റ്റർ താനിപ്പോഴുള്ളത് സൊങ്യോങ് എന്ന് പറയുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ ആണെന്ന് ഗാങ്സ്റ്ററിന് മനസ്സിലാക്കുന്നു. അന്ന് സൂയിസൈഡ് നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഗാങ്സ്റ്റർ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് ഇവന് ചോദിക്കാനും പറയാനും ആരുമില്ലേ, ഇത്ര ദിവസമായിട്ടും ആരെയും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഡോർ തുറന്ന് ഒരു സ്ത്രീ അകത്തു കയറിയത്. ഗാങ്സ്റ്റർ വിചാരിച്ചത് ഇത് സൊങ്യോങ്ങിൻ്റെ അമ്മയാണെന്നാണ്. എന്നാൽ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ഗാങ്സ്റ്ററിന് മനസ്സിലായി ഇത് സൊങ്യോങ്ങിൻ്റെ അമ്മയല്ല, ഇത് വേറെ ആരോ ആണെന്ന്. അവർ സൊങ്യോനോട് വഴക്കിട്ട് അവിടുന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. ഗാങ്സ്റ്റർക്ക് സൊങ്യോനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി അവൻ സൊങ്യോനിൻ്റെ ഐപാഡ് ഓപ്പൺ ചെയ്ത് അതിൽ സൊങ്യോൻ എഴുതിയിരുന്ന എല്ലാ കാര്യങ്ങളും വായിക്കാൻ തുടങ്ങി. സ്കൂളിൽ നിന്ന് താൻ നേരിട്ട മർദ്ദനങ്ങളും ബുള്ളിങ്ങും ക്രൂരപീഡനങ്ങളും ഒറ്റപ്പെടുത്തലും എല്ലാം ആ ഐപാഡിൽ സൊങ്യോൻ എഴുതിയിട്ടുണ്ടായിരുന്നു. സ്കൂളിലെ ചില കുട്ടികൾ പറഞ്ഞ് സൊങ്യോൻ വീട്ടിൽ ആരും കാണാതെ വീട്ടിലെ മദ്യക്കുപ്പികളും ജ്വല്ലറികളും എല്ലാം അവർക്ക് എടുത്തു കൊടുത്തു. മറ്റു കുട്ടികളുമായി ഫ്രണ്ട്ഷിപ്പ് ആകാൻ സൊങ്യോൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ആരും തന്നെ അവനെ ആ കൂട്ടത്തിൽ കൂട്ടിയില്ല. ഇതൊന്നും സഹിക്കാൻ കഴിയാതെയാണ് സൊങ്യോൻ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് ഗാങ്സ്റ്ററിന് മനസ്സിലായി. തൻ്റെ ദേഷ്യം സഹിക്കാൻ കഴിയാതെ കയ്യിലുണ്ടായിരുന്ന ഐപാഡിലാണ് അയാൾ അത് ദേഷ്യം തീർത്തത്. ഗാങ്സ്റ്റർ സ്വയം പറയുന്നു, എനിക്ക് മനസ്സിലായി എന്തിനാണ് എൻ്റെ ആത്മാവ് സൊങ്യോങ്ങിൻ്റെ ശരീരത്തിലേക്ക് തന്നെ പ്രവേശിച്ചതെന്ന്. സൊങ്യോങ്ങിനോട് സ്കൂളിലെ കുട്ടികൾ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും കണക്ക് തീർക്കണമെന്ന് ഗാങ്സ്റ്റർ തീരുമാനിക്കുന്നു. ഗാങ്സ്റ്റർ അവിടെ നിന്ന് നേരെ പോയത് സൊങ്യോങ്ങിൻ്റെ വീട്ടിലേക്കാണ്. ഇനി സൊങ്യോങ്ങായി തന്നെ ജീവിക്കാൻ ഗാങ്സ്റ്റർ തീരുമാനിക്കുന്നു. വീടിൻ്റെ കോളിംഗ് ബെല്ലടിച്ച് അകത്ത് കയറിയ സൊങ്യോങ്ങിൻ്റെ സ്വഭാവ രീതി കണ്ട് മേഡിന് അത്ഭുതം തോന്നുന്നു. കാരണം ഇത്രയും നാളും ഉണ്ടായിരുന്ന സൊങ്യോങ്ങിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു പുതിയ സൊങ്യോങ്. മെയ്ഡ് കഴിക്കാനായി ഭക്ഷണം കൊടുത്തപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ, എനിക്ക് കുറച്ചും കൂടി വേണമെന്ന് പറഞ്ഞ് അവരോട് കൂടുതൽ ഭക്ഷണത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നു. അവർ കൊടുത്ത ഭക്ഷണമെല്ലാം കഴിച്ചുകൊണ്ടിരിക്കെയാണ് അവർ ഓരോ കാര്യങ്ങളായി സൊങ്യോനോട് പറയുന്നത്. ഓക്കെ കമ്പനിയുടെ ചെയർമാൻ്റെ മകനാണ് സൊങ്യോൻ. അവരോട് സംസാരിച്ചതിന് ശേഷം സൊങ്യോൻ നേരെ തൻ്റെ റൂമിലേക്ക് പോകുന്നു. റൂം മൊത്തം ഒന്ന് ചുറ്റിക്കണ്ട സൊങ്യോൻ ആദ്യം തീരുമാനിക്കുന്നത് ഈ മുടി ഒന്ന് വെട്ടിക്കളയാനാണ്. അതിനുവേണ്ടി സൊങ്യോൻ ഒരു സലൂണിൽ പോയി അവിടെയുള്ള സ്ത്രീയോട് ഇത് ഫുള്ള് ഷേവ് ചെയ്ത് കളയാൻ പറയുന്നു. എന്ന് പറഞ്ഞതും അവർ പറഞ്ഞു, ആ ട്രെൻഡൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ആരും അങ്ങനെ ഷേവ് ചെയ്യാറില്ല. അവർ സൊങ്യോൻ പറഞ്ഞ രീതിയിൽ തന്നെ മുടി മുറിച്ച് കൊടുക്കുന്നു. അവിടുന്ന് അവൻ നേരെ പോയത് ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലാണ്. സ്കൂളിൽ പോകുമ്പോൾ ഇടാൻ ആവശ്യമായ യൂണിഫോം എല്ലാം അവൻ അവിടുന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോഴാണ് സൊങ്യോങ്ങിൻ്റെ കണ്ണിൽ ഒരു ജാക്കറ്റ് പെട്ടത്. പണ്ട് ഗാങ്സ്റ്റർ ആയിരുന്ന സമയത്ത് ഇതേപോലെ ഒരു ജാക്കറ്റ് ഇട്ട് കുറച്ച് സ്കൂൾ കുട്ടികളെ ഗാങ്സ്റ്റർ കണ്ടിരുന്നു. ആ ഒരു ഓർമ്മയിൽ ഗാങ്സ്റ്റർ ആ ജാക്കറ്റ് വാങ്ങി അവിടുന്ന് നേരെ പോയത് പുസ്തകങ്ങളും മറ്റും വിൽക്കുന്ന ഒരു കടയിലേക്കാണ്. തൻ്റെ ഇനിയുള്ള പഠനത്തിനാവശ്യമായ പുസ്തകങ്ങൾ തിരയുമ്പോഴാണ് പെട്ടെന്ന് ഒരാളുമായി ഇടിച്ച് കയ്യിലെ വാക്കിംഗ് സ്റ്റിക്ക് താഴെ വീണത്. അയാളത് എടുത്ത് കൊടുക്കുമ്പോഴാണ് സൊങ്യോങ്ങിൻ്റെ മുഖം അയാൾ കാണുന്നത്. മുമ്പ് പരിചയമുള്ള ആളാണെന്ന പോലെ സൊങ്യോങ്ങിനെ അയാൾ നോക്കുന്നു. പെട്ടെന്നാണ് സൊങ്യോങ് തന്നെ ഒന്ന് സഹായിക്കാമോ, പഠനത്തിനാവശ്യമായ പുസ്തകങ്ങൾ ഒന്ന് തിരഞ്ഞ് കണ്ടുപിടിച്ച് തരാമോ എന്ന് സൊങ്യോങ് അയാളോട് ചോദിക്കുന്നു. അതിനെന്താ, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് അയാൾ ആവശ്യമുള്ള ബുക്കുകൾ സൊങ്യോനെ എടുത്തു കൊടുക്കുന്നു. അവിടെ നിന്നിറങ്ങിയ സൊങ്യോനെ അയാൾ വാങ്ങിയ സാധനങ്ങൾ പിടിക്കാൻ സഹായിക്കുന്നു. സൊങ്യോൻ അയാളോട് ചോദിക്കുന്നു, എങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുക, എന്തെങ്കിലും സ്കിൽസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അയാൾ പറയുന്നു, നിങ്ങളെ കാണാൻ അത്ര വലിയ പ്രായമൊന്നുമില്ലല്ലോ,
പിന്നെന്താ ഇങ്ങനെ വയസ്സായവരെ പോലെ പെരുമാറുന്നത്? നിങ്ങളെ കാണുമ്പോൾ എനിക്കറിയാവുന്ന ഒരാളാണെന്ന് തോന്നുന്നു. സോങ്യോങ് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ സോറി, എനിക്ക് ആള് മാറിയതാണെന്ന് തോന്നുന്നു. അപ്പോഴേക്കും സോങ്യോങ് ടാക്സി വിളിച്ച് അയാളോട് യാത്രയും പറഞ്ഞ് അതിൽ കയറി പോയിരുന്നു. സോങ്യോൻ പോകുന്നത് അയാൾ നോക്കി നിൽക്കുന്നു. തൻ്റെ വീടിനെയും ആളുകളെയുമെല്ലാം സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് സോങ്യോൻ. തനിക്കിനി പഴയതുപോലെ ആകാൻ കഴിയില്ലല്ലോ എന്ന സങ്കടം സോങ്യോങ്ങിൻ്റെ ഉള്ളിലുണ്ട്. കാലിലെ ബാൻഡേജ് അഴിച്ച് തൻ്റെ വർക്കൗട്ടുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സോങ്യോൻ. സ്കൂളിൽ പോകുന്നതിനു മുന്നേ തൻ്റെ ശരീരം ഒന്ന് മിനുക്കിയെടുക്കുകയാണ് അവൻ്റെ ഉദ്ദേശം. റെഡിയായി അവൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. സ്കൂളിൽ പോകുമ്പോൾ പതിവായി ഇറങ്ങുന്ന സ്ഥലത്ത് ഇറങ്ങാത്ത സോങ്യോനെ വിളിച്ച് ഡ്രൈവർ ഇറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇല്ല, എന്നെ സ്കൂളിന് മുന്നിൽ തന്നെ ഇറക്കിയാൽ മതിയെന്ന് സോങ്യോൻ മറുപടി പറയുന്നു. അപ്പോഴാണ് നെയിം ടാഗിലെ പേര് മാറിയിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. അതൂരി തൻ്റെ പോക്കറ്റിൽ വെച്ച് സ്കൂളിൻ്റെ മുന്നിൽ ഇറങ്ങുന്നു. ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന സാറിനോട് സോറി സാർ, എൻ്റെ നെയിം ടാഗിൽ മിസ്റ്റേക്ക് വന്നു, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് സോങ്യോൻ ടീച്ചറോട് പറയുന്നു. അവൻ്റെ സ്വഭാവം ഇഷ്ടപ്പെട്ട ടീച്ചർ അവനെ അകത്തേക്ക് പോകാൻ അനുവദിക്കുന്നു. അവിടെ പിടിച്ചു വെച്ച കുട്ടികളോട് അങ്ങനെയാണ് സ്കൂളിൽ വരേണ്ടത് എന്ന് പറഞ്ഞ് അവരെ അടിക്കുന്നു. സോങ്യോങ് നേരെ നടന്ന് ക്ലാസ്സിലേക്ക് പോയി ഇവിടെ ഇരുന്ന കുറച്ച് കുട്ടികളോട് എവിടെയാണ് ഞാൻ ഇരിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. അവർ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് ഇരിക്കാൻ പറയുന്നു. ആ പെൺകുട്ടികൾ അവനെ തന്നെ ശ്രദ്ധിക്കുന്നു. ഇത് പുതിയ സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നു എന്ന് അവർ പറയുന്നു. എന്നാൽ അതിലൊരു പെൺകുട്ടി പറയുന്നു, ഞാൻ ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ട്, നല്ല പരിചയമുള്ള മുഖം. പെട്ടെന്നാണ് ക്ലാസ്സിലേക്ക് ടീച്ചർ കയറി വരുന്നത്. ടീച്ചറുടെ കൂടെ ഇന്നലെ ബുക്ക് സ്റ്റാളിൽ ഉണ്ടായിരുന്ന പയ്യനുമുണ്ട്. ഇത് ഡ്രാമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ ചി സെക്വാൻ ആണ്. സോങ്യോൻ അവനെ കണ്ടില്ലെങ്കിലും ചി സെക്വാൻ അവനെ കാണുന്നു. ടീച്ചർ അറ്റൻഡൻസ് വിളിക്കുന്നു. സോങ്യോൻ എന്ന് വിളിക്കുമ്പോൾ കൈയുയർത്തി അവനെ കണ്ട് ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഞെട്ടി നിൽക്കുന്നു. അവൻ ഹെയർ സ്റ്റൈൽ മാറ്റിയത് കൊണ്ടാണ് നമുക്ക് അവനെ തിരിച്ചറിയാത്തത് എന്ന് അവർ പരസ്പരം പറയുന്നു. ടീച്ചർ പോയതും ബുള്ളി ചെയ്തവരിൽ ഒരാൾ സോങ്യോങ്ങിൻ്റെ അടുത്തേക്ക് പോയി അവനെ ശല്യം ചെയ്യുന്നു. മുമ്പ് എത്ര ഉപദ്രവിച്ചാലും മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നവനല്ല അവനിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് അവർക്ക് മനസ്സിലായി. അവർ അവനെ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടു പോയി അടിക്കാൻ ശ്രമിക്കുന്നു. ആദ്യം പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്നുണ്ടായ അടിയിൽ സോങ്യോങ് താഴെ വീഴുന്നു. അടികൊണ്ട് തറയിൽ കിടക്കുന്ന സോങ്യോങ്ങിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിൻ്റെ അടുത്ത പാർട്ടുകൾ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.